യാ ഇബാറല്ല വിഷയം. കോഴിക്കോട് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ സൽസബീലിൽ കൊടുത്ത മറുപടി, യാ ഇബാറല്ല എന്ന ദുർബല ഹദീസ് ഉദ്ധരിച്ച് പയ്യോളിയിലെ മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ അത് ചോദ്യമായി വന്നു. അതിന് മറുപടി എഴുതാൻ പാലത്ത് അബ്ദുറഹ്മാൻ മദനിയെ ഏൽപ്പിച്ചു. അദ്ദേഹം മറുപടി എഴുതി. ആ മറുപടി പൂർണ്ണമായും സൽസബീൽ അംഗീകരിച്ച് ഉമർ മൗലവി റഹിമഹുല്ലാ സൽസബീലിൽ കൊടുത്തു. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ നിങ്ങൾ വാദിച്ച് ജൽപ്പിച്ച് നടക്കുന്ന കാര്യപ്രകാരം ഈ ലേഖനം വിചിന്തനം വാരികയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാ ചോദ്യം. ആ ചോദ്യം കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ വിഷയത്തിന്റെ മറുമത്തിക്ക് തന്നെ വരണം. തീർന്നില്ല. കോഴിക്കോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, അല്ലാതെയും ചോദിച്ചിരുന്നു. ഇഹ്യാഉ തുറാസുൽ ഇസ്ലാമി ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അയച്ച ഫത്വ എത്ര വായിച്ചു? എന്താ സെക്രട്ടറി നിങ്ങൾ കേൾക്കാത്തത്? കേൾക്കണ്ടേ? എന്താ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത്? കാണണ്ടേ? നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഔദ്യോഗിക വേദികളിൽ ഈ കാര്യം നിങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്? ഒന്നുകിൽ നിങ്ങൾ പറയണം വിസ്ഡം കളവാണ് പറയുന്നത്, അങ്ങനെയില്ല. അല്ലെങ്കിലോ അങ്ങനെയുണ്ട്, നമുക്കത് വേണ്ട, നമ്മൾ കുടുങ്ങി. ഇതാർക്കയച്ച കത്ത? KNM, അന്നത്തെ KNM അയച്ച കത്താണ്. എന്താ ഇതിലുള്ളത്? ആരാ ഇത് പറഞ്ഞത്? ചില്ലറക്കാരൊന്നുമല്ല. ലോകം അംഗീകരിച്ച, ലോകത്തറിയപ്പെട്ട ഒരുപാട് വിശ്വാസ കർമ്മ പ്രശ്നങ്ങൾക്ക് പ്രാമാണികമായി മറുപടി കൊടുക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ, ആളെ പേരൊന്നും ഞാൻ പറയണ്ട. എന്നിട്ട് ഇതാ നമ്മുടെ വിഷയം പറഞ്ഞു, നമുക്കിടയിലെ പ്രശ്നം പറഞ്ഞു, രണ്ട് വാദം പറഞ്ഞു. ഫതറഫുൻ യറാ അന്നൽ ഇസ്തിഗാന ബിൽ ജിന്നി ശിർകുൻ മുത്ലഖ ബിജമീഇ അൻവാഇഹാ. ഒരു വിഭാഗം പറയുന്നു നിരുപാധികം ഈ സഹായത്തേട്ടം ശിർക്കാണ്. രണ്ടാമത്തെ വിഭാഗം പറയുന്നു അതിൽ ശിർക്കായതുണ്ട്, ശിർക്കാകാത്തതുണ്ട്, പക്ഷേ എല്ലാം ഹറാമാണ്. മിംബാബി സദ്ദിദ്ദരിയ ഇല ശിർക്ക്, ശിർക്കിലേക്കുള്ള വാതിൽ തുറക്കുന്നതിനാൽ എല്ലാം ഹറാമാണ്. എന്നിട്ട് പറയാണ് വറാജിഹ്. എന്താ റാജിഹിന്റെ അർത്ഥം? പറയണം. സെക്രട്ടറി ഓരോ പദങ്ങളും വായിച്ചു പറയണം. വറാജിഹ് വല്ലാഹു അഅലം അന്നൽ ഇസ്തിഗാന ബിൽ ജിന്നി അൻവാ. ജിന്നിനോടുള്ള ഇസ്തിആനത്തിന് ഇനങ്ങളുണ്ട്. മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്ക്, ശിർക്കിലേക്ക് നയിക്കുന്നതുണ്ട്. എല്ലാം ഹറാമാണ്. മിംബാബി സദ്ദിദ്ദരിയ ഇല ശിർക്ക്, ശിർക്കിലേക്ക് വാതിൽ തുറക്കുന്നതിനാൽ. പിന്നെയോ ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹ് വലാ ഖിലാഫ ബിഹി ബൈന അഹ്ലിൽ ഇൽമ്. കണ്ടോ, അഹ്ലുൽ ഇൽമിന് ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമില്ല. എന്താ നിങ്ങൾക്ക് ഇത് തൊടാനൊരു പേടി? അതുകൊണ്ട് ആരോപണം പറഞ്ഞു പോയാൽ പോരാ. ശിർക്കും കുഫറും റിദ്ദത്തും ഒരു മടിയുമില്ലാതെ ആരോപിച്ചാൽ പോരാ. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. വേറെ എന്തെങ്കിലും നാടകം കളിച്ചു പോയിട്ട് കാര്യമില്ല. പിന്നെയോ കായക്കൊടിയുടെ തന്നെ പ്രബന്ധം, സെക്രട്ടറിയുടെ തന്നെ പ്രബന്ധം, അത് അദ്ദേഹത്തിന് വല്ലാത്ത പ്രശ്നമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചു. പക്ഷേ ഒന്നുകൂടി ആവർത്തിക്കുന്നത്, ഈ പ്രബന്ധം അദ്ദേഹത്തിന് വിനയായിട്ടുണ്ട്, പ്രയാസമായിട്ടുണ്ട്. എന്താ തെളിവെന്നറിയോ? ഇതിൽ അദ്ദേഹം പറഞ്ഞു, ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് വസായിലു ശിർക്ക്, ദറായിഉ ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. പറയണം നിങ്ങൾ, ആരാണ് ആ പണ്ഡിതന്മാർ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഞങ്ങൾ മാത്രല്ല, ഇത് അഹ്ലു സുന്ന പറഞ്ഞതാണ്. എന്താ നിങ്ങൾ പൂഴ്ത്തി വെക്കുന്നത്? എന്താ നിങ്ങൾക്കൊരു പേടി? കഴിഞ്ഞൊരു പ്രൂഫ് പോയിന്റ് ചർച്ചയ്ക്ക് എടുത്തപ്പോ ഒരു സാധാരണക്കാരൻ മൂപ്പരോട് പോയി, അല്ല നിങ്ങൾക്ക് ആ പേരൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അപ്പൊ അയാളുടെ രസകരമായ മറുപടി എന്താ അറിയോ? ശിർക്ക് തീരുമാനാകട്ടെ, പിന്നല്ലേ ശിർക്കിലേക്കുള്ള വഴി. നല്ല സെക്രട്ടറിയാ. തീരുമാനാകേണ്ട ശിർക്ക് വന്നത് എങ്ങനെ? അത് വസായിലൂടെയല്ലേ? രൂപങ്ങളും കോലങ്ങളും ഉണ്ടാക്കി വെച്ചു, അതിലൂടെയല്ലേ ശിർക്ക് വന്നത്? അപ്പൊ ശിർക്കിന്റെ വസീല എന്നത് പ്രധാനം തന്നെയാണ്, അത് ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഹറാം, അത്തരം കാര്യങ്ങൾ പാടില്ല, രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ നൈസായിട്ട് എളുപ്പത്തിൽ ഊരി വിടാൻ പാടില്ല. നിങ്ങൾ കൃത്യമായി, ഇത് നിങ്ങൾ എഴുതിയ പ്രബന്ധമാണ്, നിങ്ങളെ പ്രബന്ധമാണ്, വേറെ ആരതുമല്ല.
അതുകൊണ്ട് ആരാണവർ എന്ന മറുപടി നിങ്ങൾ പറയണം. അതുപോലെ ലജ്നത്തു ദായിമയുടെ ഫത്വ എത്രയായി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, അവർ ശിർക്കിലും കുഫറിലും റിദ്ദത്തിലുമാണോ? പറയണം നിങ്ങൾ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് നേരെ അല്ല നിങ്ങളിത് പൊട്ടിക്കേണ്ടത്. ഇത് പൊട്ടിക്കുകയാണെങ്കിൽ ഒരു തലക്കെന്ന് പോരേണ്ടി വരും. അപ്പോൾ ഇത്തരം കളികൾക്ക് നിൽക്കാതെ കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി കേൾക്കൂ, അദ്ദേഹം പറയുന്നൊരു കാര്യം കേൾക്കുക. കാര്യമായിട്ട് ഉദ്ധരിക്കാറുള്ള എന്താ? സാലിഹ് അലി ശേഖിന്റെ ഫത്വയാണ്. സാലിഹ് അലി ശേഖിന്റെ ഫത്വയിൽ ആദ്യത്തെ വരി എന്താ? അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നിനോട് സഹായം തേടൽ. സവാം കാക്കാനും മുസ്ലിമീനാം ഗൈറു മുസ്ലിമീൻ, മുസ്ലിം ആയാലും മുസ്ലിം അല്ലെങ്കിലും വസീല മിൻ വസായിലി ശിർക്കി, അത് വസീലത്തു ശിർക്കേ ആവുള്ളൂ. ആദ്യത്തെ വരിയാണ്. എന്താ പറഞ്ഞത്? മുസ്ലിം ജിന്നാണെങ്കിലും കാഫിർ ജിന്നാണെങ്കിലും അത് വസീലത്തു ശിർക്കാണ്. ഫത്വ ഇങ്ങനെ വന്ന് അവസാനത്തെ വരിയിലെത്തുമ്പോ ഫമിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. ഏതുപോലെ? കൽ ഇസ്തിആനതി ബിശയാത്തീനിൽ ജിന്നി, ശൈത്താന്മാരോട് തേടുന്നത് പോലെ. ഫത്വയുടെ അടിയിലെത്തിയപ്പോ എന്തായി? അത് ശിർക്കായി. ആരോടുള്ളത്? കാഫിറിനോടുള്ളത് ശിർക്കായി. വമിൻഹാ മാ ഹുവ വസീല ഇല ശിർക്കി, വസീലത്ത് ശിർക്കായതുണ്ട്. കൽ ഇസ്തിആന ബി മുസ്ലിമിൽ ജിന്നി, മുസ്ലിം ജിന്നിനോട് തേടിയാൽ. ഇപ്പൊ കാര്യകാരണ ബന്ധമൊക്കെ പോയി. ദീനായി തെളിവ്. ജിന്ന് മുസ്ലിമാണോ വസീലത്ത് ശിർക്ക്, കാഫിറാണോ ശിർക്ക്? എന്താ ശിർക്കിന്റെയും അതേപോലെ ശിർക്കല്ലാത്തതിന്റെയും ഇതൊരു നിസ്സാര വിഷയമല്ലല്ലോ. കേട്ടല്ലോ, നിസ്സാര വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയണത്, നിങ്ങളെ ഈ വർത്താനം പാമ്പ് വാള ഊരിപ്പോണ സ്വഭാവമാണ് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഊരാൻ പറ്റൂല. ഇവിടെ ജിന്നിന്റെ മതം നോക്കല്ല. നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചത് എന്താ? ആലു ഷെയ്ഖ് ഹഫിളഹുല്ല ഈ മറുപടി കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പത്തപ്പിരിയത്ത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ. അന്നും ഇതേ ഒരു അടവുമായി നിങ്ങൾ വന്നല്ലോ. പക്ഷേ നിങ്ങളെ മർമ്മത്തിലിട്ടാണ് ഞങ്ങൾ പിടിച്ചത്. കുതറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയണം, ഈ നിലപാട് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് നേരെ ശിർക്കും കുഫറും ആരോപിക്കുന്ന നിങ്ങൾ ആലു ഷെയ്ഖ് ഹഫിളഹുല്ലക്ക് നേരെ അതേ ആരോപണം കൊണ്ടുവരുമോ? അതേ ആരോപണം സർക്കുലറുള്ള പാസ്സാക്കുമോ? അവരെ ഗ്രന്ഥങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ഗ്രന്ഥങ്ങളൊക്കെ അവലംബിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത്തരം തമാശകൾ പറഞ്ഞ് ഗൗരവകരമായൊരു വിഷയത്തെ നിങ്ങൾ നിസാരമാക്കണ്ട എന്നാണ് പറയാനുള്ളത്.